എല്ലാവർക്കും പ്രത്യേകം വന്ദനം. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ നിന്ന് വചനവും സൗഖ്യവും സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനവും യേശു കർത്താവ് നൽകി തരുന്നു. ഒരിക്കൽ എബ്രഹാം ലിങ്കൻ പറഞ്ഞു, മറ്റെങ്ങു നിന്നും സഹായം ലഭിക്കില്ലെന്ന് കണ്ടപ്പോഴെല്ലാം മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ ഞാൻ മടിച്ചില്ല. എല്ലാ വഴിയും അടയുമ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. ഇനി ഒരു സാധ്യതയില്ലെങ്കിൽ കർത്താവിൽ ആശ്രയിക്കുക. അതിനെക്കുറിച്ച് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുക. കഷ്ടകാലത്ത് ദൈവത്തിൽ ആശ്രയിക്കുക. യേശുവിലേക്ക് നോക്കുക. ജീവിതത്തിൽ ഇനി സഹായിക്കാൻ ആരുമില്ല എന്ന് പറയുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടോ? അതൊരു നല്ലൊരു അവസരമാണ്. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാനും പ്രാർത്ഥിക്കാനും കിട്ടുന്ന ചാൻസാണ്. മനുഷ്യർ തന്നാൽ അവരുടെ ധനത്തിനൊത്തവണ്ണം തരും. എന്നാൽ നമ്മുടെ കർത്താവ് തന്നാൽ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും എന്നാണ് ഫിലിപ്പിയർ 4:19 വാക്യം. എല്ലാ കാര്യവും കർത്താവ് തീർത്താൽ അത് സംതൃപ്തിയുള്ളതായിരിക്കും. നമ്മളുണ്ടാക്കുന്ന ജോലിയും കർത്താവ് തരുന്ന ജോലിയും വ്യത്യാസമുണ്ട്. നമ്മളൊരു സ്ഥലത്ത് കഷ്ടപ്പെട്ടു പോകുന്നതും കർത്താവ് ഒരു സ്ഥലത്ത് അയക്കുന്നതും വ്യത്യാസമുണ്ട്. കർത്താവ് അയച്ചാൽ അത് അതിൻ്റേതായ രാജകീയമായ പ്രൗഢിയോടെ ആയിരിക്കും. അബ്രഹാമിനെ അയച്ചതുപോലെ അബ്രഹാം പോയിടത്തെല്ലാം ദൈവത്തിൻ്റെ പ്രഭുവായിരുന്നു. ഇസഹാക്ക് ഒന്നുമില്ലാത്ത ക്ഷാമകാലത്ത് വിതച്ചവന് 100 മേനി വിളവ് കിട്ടി. ദൈവം കൂടെ ഉണ്ടെങ്കിൽ കർത്താവ് അയക്കുന്നിടത്തെല്ലാം നാം രാജകീയമായിട്ട് ജീവിക്കാനിടയാകും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സഹായത്തിൻ്റെ വാതിലുകളെല്ലാം മനുഷ്യരിൽ നിന്ന് അടച്ച് പൂട്ടപ്പെടുമ്പോൾ ആ സമയത്ത് മുട്ടുകുത്തി കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിപ്പാൻ യേശു കർത്താവ് നമുക്ക് പ്രത്യേകമായ വിശ്വാസവും കൃപയും തരട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. Stumble again through I'm caught in your grace everlasting. Your light will shine on hell's fates never ending. Your glory goes beyond on faith. Yeah, my heart and my soul, Lord, I give control. Consume me from the inside out, Lord. Let justice and praise become my embrace, to love you from the inside out. You will above all myself in bringing you praise everlasting. Your light will shine on hell's fates never ending. Your glory goes beyond on faith.
the cry of my heart is to bring your praise from the inside of my soul cries out, Lord. ഇന്ന് നമ്മൾ ഏറ്റവും ഒടുവിലത്തെ അധ്യായമായ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നു. അതെങ്ങനെയാണ് തുടങ്ങുന്നത്? അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. പിന്നെയും 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 ശിഷ്യന്മാർക്ക് കർത്താവ് പ്രത്യക്ഷനാകുന്നു. പല രീതിയിൽ പ്രത്യക്ഷനാകുന്നു, പല രൂപത്തിൽ, പല ഭാവത്തിൽ പ്രത്യക്ഷനാകും. തൻ്റെ ആണിപ്പഴുതുള്ള കരവും മുറിവേറ്റ വിലാപ്പുറവും കാണിക്കുന്നു. താൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് താൻ അവരെ ഉറപ്പിച്ച് കാണിച്ചു കൊടുക്കുന്നു. പിന്നത്തേതിൽ അവർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായി മാറി എന്നും നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണും. അവർക്ക് ധൈര്യമുണ്ടായി. അവരുടെ വാക്കുകളെല്ലാം അസാധാരണമായിരുന്നു. അവരുടെ വിശ്വാസം സജീവമായി. എന്താ കാര്യം? യേശു ഉയർത്തെഴുന്നേറ്റു എന്ന വ്യക്തമായ ഒരു ബോധ്യം അവരുടെ അകത്ത് കയറി. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ബലം യേശു ക്രൂശിൽ മരിച്ചതല്ല, യേശു ക്രൂശിൽ അടക്കപ്പെട്ടതല്ല, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതാണ്. യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റെങ്കിൽ നാമും മരണത്തിനപ്പുറം ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ആ ഒരു പ്രത്യാശ നമ്മുടെ പരിമിതികളെയെല്ലാം പൊളിച്ചു കളയും. മനുഷ്യൻ എന്ന പരിമിതി പൊളിഞ്ഞ് ദൈവ പൈതൽ എന്ന വിശാലതയിൽ നമ്മളായിത്തീരുന്ന ഒരു അനുഭവമാണ്. മനുഷ്യർക്കൊരു പരിമിതിയുണ്ട്. മനുഷ്യ, നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരും. നീ പൊടിയാണ്, പൊടിയിലേക്ക് ചേരും. എന്നാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ദൈവ മക്കളായി മാറി. അവർ ആത്മാവിൽ ജനിച്ചവരാണ്. അവർ കാറ്റിനെ പോലെയാണ്. എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ആരും അറിയുന്നില്ല എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ കാണുന്നു. ആത്മാവിൽ ജനിച്ചവൻ്റെ പ്രത്യേകത അതാണ്. ജഡത്തിൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിൽ ജനിച്ചതോ ആത്മാവ്. അല്ലെങ്കിൽ നിത്യജീവന് വേണ്ടി വീണ്ടും ജനിക്കപ്പെട്ടവരാണ് നാം. ഈ സത്യം നമ്മൾ അറിയണം. നാം നിത്യജീവന് വേണ്ടി വീണ്ടും ജനിക്കപ്പെട്ടു. എങ്ങനെ? യേശുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ വചനത്താൽ. അപ്പോൾ കർത്താവിൻ്റെ വചനം, കെടാത്ത ബീജം, നമ്മെ വീണ്ടും ജനിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. പത്രോസ് എടുത്തു പറയുകയാണ്, നാം വീണ്ടും ജനിക്കപ്പെട്ടവരാണ്. വീണ്ടും ജനിച്ച നമുക്ക് ഇനി മരണം അസാധ്യമാണ്. ഈ ഒരു കാര്യത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് കൂടെ കൂടെ അവർക്ക് പ്രത്യക്ഷനായത്. ഇത് നോക്കിയേ. അതിനുശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അപ്പോൾ യേശു വെറുതെ പ്രത്യക്ഷമായി. യേശു അവരുടെ മുൻപിൽ ശരീരം കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് യേശുവിന് തൃപ്തിയായില്ല. യേശു ഇപ്പോൾ ഒരു വലിയ അത്ഭുതം ചെയ്യാനായിട്ട് പോവുകയാണ്. അതിൻ്റെ കാരണം അവിടെ എഴുതിയിട്ടുണ്ട്. പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. 2-ാം വാക്യം, ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനായിലെ നദനയിലും സെബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ അവരൊന്നും പിടിച്ചില്ല. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവർ തന്നെ പറഞ്ഞാണ്, കർത്താവേ, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. എല്ലാം വിട്ട് ഇറങ്ങിയവരാണ്. എന്നാൽ ഇവർക്കിപ്പോൾ എന്താണ്?
വീണ്ടും മീൻ പിടിക്കാൻ പോകാൻ കാരണമായത്? അതിൻ്റെ കാരണം കർത്താവ് അവരെ വിട്ടുപോയി. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എങ്കിലും കർത്താവ് എപ്പോഴും അവരുടെ കൂടെ അക്ഷരാർത്ഥത്തിൽ ഇല്ല. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കർത്താവ് കൂടെയുള്ളപ്പോൾ അവർ മുഴുവനും തിരക്കുള്ളവരായിരുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ കുറച്ച് നേരം പോയി എവിടെയെങ്കിലും പോയി ഒന്ന് ആശ്വസിക്കുക, വിശ്രമിക്കുക. അവർക്ക് ഉറങ്ങാൻ പോലും നേരമില്ലായിരുന്നു. അതുപോലെ ഹാർഡ് വർക്കായിരുന്നു. 5000 പുരുഷന്മാർ, 10000 പേർ, വൻപിച്ച ജനാവലി. എവിടെ പോയാലും യേശുവിനെ തൊടാനായിട്ട് വൻ ഭൂരിപക്ഷം ജനങ്ങളിങ്ങനെ കൂടുകയാണ്. യേശു ഒരു വീട്ടിലിരുന്നാൽ വീടിൻ്റെ മേൽക്കൂര പോലും പൊളിച്ച് കട്ടിലിനെ കയറിൽ താഴോട്ടിറക്കുന്ന വിശ്വാസം കൊണ്ട് നിറഞ്ഞ മനുഷ്യർ യേശുവിനെ ചുറ്റുന്ന സമയത്ത് ഇവർക്ക് വിശ്രമിക്കാൻ സമയം വളരെ കുറവായിരുന്നു. എന്നാൽ യേശു പോയി, ഇവർക്ക് പ്രത്യേകിച്ച് പരിപാടിയില്ല. ഇവരോർത്ത് ഇതെല്ലാം തീർന്നു. അവർ ചിന്തിച്ചു, നമുക്ക് പഴയതിലേക്ക് പോകാം, എന്തായാലും ചെയ്യണം. ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാരണം അവർ പിന്മാറ്റക്കാരാണ് എന്നുള്ളത് മാത്രമല്ല, വെറുതെ ഇരിക്കുന്ന ഒരു ശീലം ഈ മീൻപിടുത്തക്കാർക്കില്ല. അവർ കഠിനാധ്വാനികളാണ്. അവരെല്ലാം കർത്താവ് വിളിച്ചത് ജോലി സ്ഥലത്തു നിന്നാണ്. പത്രോസിനെ വള്ളത്തിലിരിക്കുമ്പോഴാണ് വിളിച്ചത്. യോഹന്നാനും യാക്കോബും വളരെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വിളിച്ചത്. മത്തായിയെ ജോലി സ്ഥലത്ത് നിന്നാണ് വിളിച്ചത്. അതായത് ഒരു പണിയില്ലാത്തവരെ അല്ല കർത്താവ് വിളിച്ചത്. പണിയിൽ ലാഭമുണ്ടോ നഷ്ടമുണ്ടോ ഇതൊന്നും വിഷയമല്ല. പണി നന്നായിട്ട് ചെയ്യും, ചെയ്യുന്നതെല്ലാം നന്നായിട്ട് ചെയ്യും, വിജയിച്ചാലും ഇല്ലെങ്കിലും. ഹാർഡ് വർക്ക് മെൻറ്റാലിറ്റി ഉള്ളവരായിരുന്നു. ഇവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോയിണ്, എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല, എനിക്ക് പ്രോഗ്രാമൊന്നുമില്ല. യേശു ഉയർത്തെഴുന്നേറ്റു, ശരി, ഇനി നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും? ജീവിക്കണ്ടേ? വാ, നമുക്ക് മീൻ പിടിക്കാൻ പോകാം. ആരെ ആശ്രയിക്കേണ്ട, ആരുടെ മുമ്പിൽ കൈ നീട്ടണ്ട. യേശു ഉള്ളപ്പോൾ നമ്മളെ സഹായിക്കുവാൻ ഒത്തിരി സ്ത്രീകളും ഒത്തിരി സമ്പന്നരും രംഗത്ത് വന്നു. ഒത്തിരി കാര്യങ്ങൾ അതിലൂടെ നടന്നു. എന്നാൽ ഇനി നമ്മുടെ കൂടെ ആര് സഹായിക്കാൻ, നമ്മെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. യേശു ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം നടക്കുമായിരുന്നു. നമുക്ക് മീൻ പിടിക്കാൻ പോകാം. ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനായിലെ നദനിയേലും സബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്നവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു കരയിൽ നിന്നിരുന്നു. യേശു ആണെന്നവർ അറിഞ്ഞില്ല. അപ്പം യേശു പല രീതിയിൽ വഴിപോക്കനെ പോലെ പ്രത്യക്ഷനായി, നേരിട്ട് പ്രത്യക്ഷനായി, മഗ്ദലക്കാരി മറിയുടെ അടുത്ത് തോട്ടക്കാരനെ പോലെ പ്രത്യക്ഷനായി, ഏറ്റൊടുവിൽ യേശു ആണെന്ന് അവർക്ക് വെളിപ്പെടുത്തി. അപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം പല രൂപത്തിൽ പല ഭാവത്തിൽ പ്രത്യക്ഷനാകുകയാണ്. എന്നാൽ ഇതാ പ്രഭാതത്തിൽ യേശു കരയിൽ നിന്നുകൊണ്ട് അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. രാത്രി മുഴുവൻ അധ്വാനിച്ചു. പ്രാർത്ഥിക്കുന്നവരാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇതിനു മുമ്പ് അവർ ജോലി ചെയ്തിരുന്ന കാലത്ത് അവർ വിശ്വാസികൾ അല്ലായിരുന്നു, ദൈവ മക്കൾ അല്ലായിരുന്നു. പാപിയായ മനുഷ്യൻ എന്നെ വിട്ട് പോകണമെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടി ഒരു ബിസിനസ് ആരംഭിച്ചു, മീനിൻ്റെ ബിസിനസ്. എന്നാൽ അവർക്കൊന്നും കിട്ടുന്നില്ല. ദൈവമക്കളല്ലേ ഒരുമിച്ച് കൂടി ഒരു ബിസിനസ് തുടങ്ങിയതാണ്. പഴയ മീൻപിടുത്തം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ കള്ളു കുടിക്കുന്നവനും സിഗരറ്റ് വലിക്കുന്നവനൊന്നും വള്ളത്തിലില്ല. എല്ലാം പ്രാർത്ഥനക്കാരാണ്. എല്ലാ പാട്ടുപാടുന്നവരും എല്ലാ സ്തോത്രം ചെയ്യുന്നവരും ബൈബിളും പാട്ടുപുസ്തകമൊക്കെ കയ്യിലുള്ളവരാണ്. എല്ലാവരും നല്ല മാന്യമായ മനുഷ്യരാണ്. പഴയ പാപ സ്വഭാവങ്ങളിൽ നിന്നെല്ലാം വിടുതൽ കിട്ടിയവരാണ്. എങ്കിലും അവർക്ക്
അധ്വാനിച്ചിട്ട് ഒന്നും ലഭിച്ചില്ല. യേശു ചോദിച്ചു, കൂട്ടുവാൻ വല്ലതുമുണ്ടോ? നിങ്ങൾ ഒറ്റക്ക് അധ്വാനിച്ചിട്ട് വല്ലതും കിട്ടിയോ? അവർ പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞു. 6-ാം വാക്യം, പടകിൻ്റെ വലത്തു ഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിൻ്റെ പെരുപ്പ നിമിത്തം അത് വലിപ്പാൻ കഴിഞ്ഞില്ല. പടകിൻ്റെ വലത്തു ഭാഗത്ത് വീശാൻ പറഞ്ഞു. യേശു കാണിച്ചു കൊടുത്ത ഭാഗം, അവർ നിൽക്കുന്നതിൻ്റെ വലത്തു ഭാഗത്ത്. മീനിൻ്റെ പെരുപ്പം, അതാണ് പിന്നീട് സംഭവിച്ചത്. വല വലിച്ചു കയറ്റാൻ കഴിയുന്നില്ല. അതുപോലൊരു മീൻപിടുത്തം അവരുടെ ജീവിതത്തിലുണ്ടായി. കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതുണ്ടോ? ഇല്ല. വലത്തു ഭാഗത്തേക്ക് വല വീശി, ആ ഭാഗത്തേക്ക് അവർ വല വീശി. അവർക്ക് വലിച്ചു കയറ്റാൻ കഴിയുന്നില്ല. ഇതുപോലെ ചില കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി, നമുക്കൊരിക്കലും വലിച്ചു കയറ്റാൻ കഴിയാത്ത അത്രയും സമൃദ്ധി നമ്മെ കാത്ത് ഇരിപ്പുണ്ട്. യേശുവിൻ്റെ വാക്കിലാണ് ആ വലയിറക്കൽ നടക്കേണ്ടത്. പത്രോസ് ഒരിക്കൽ പറഞ്ഞാണ്, കർത്താവ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല, എന്നാൽ നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ലൂക്കോസ് 5 നമുക്ക് കാണാം. അപ്പോൾ കർത്താവിൻ്റെ വാക്കിന് എന്തെങ്കിലും സ്റ്റെപ്പ് വെച്ചാൽ, ഒരു ദൈവശബ്ദം കേട്ടിട്ട് നാം ചുവട് വെച്ചാൽ, ഒരു ദൈവാലോചനയിൽ ചുവട് വെച്ചാൽ വലിയ വിജയങ്ങൾ കൊയ്തെടുക്കാൻ കഴിയും. അതിനുള്ള കൃപ കർത്താവ് ഇന്ന് നിങ്ങൾക്ക് തരട്ടെ. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഇന്നത്തെ ദിവസം അങ്ങയുടെ ശബ്ദം കേട്ടുകൊണ്ട് വലിയ കാര്യങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. ദൈവശബ്ദം കേട്ട് എവിടെ വീശണം, എവിടെ വല വീശരുത്, എവിടേക്ക് ചുവട് വെക്കണം, എവിടെ ചുവട് വെക്കരുത് എന്നുള്ള വ്യക്തമായ ബോധ്യം എല്ലാവർക്കും കൊടുക്കണം. എല്ലാവരുടെ മേലും ദൈവകൃപ ഒഴുകട്ടെ. അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടാകട്ടെ. സാമ്പത്തിക വഴികൾ തുറക്കട്ടെ. കൃപയുടെ വയലുകൾ തുറക്കട്ടെ. നന്മയുടെ ഉറവകൾ തുറക്കട്ടെ. അഭിവൃദ്ധികൾ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. യേശുവിൽ നമുക്ക് വിശ്വസിക്കാം. വലിയ കാര്യങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിക്കാം. പ്രത്യേകിച്ച് ഇന്ന് സഭയുടെ ഉപവാസ പ്രാർത്ഥനയാണ്. രാവിലെ 10:30 പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് നമുക്ക് ഉപവാസ പ്രാർത്ഥനയുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.